വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സെറ്റിംഗ് ഔട്ട് ദ വർക്ക് ഓൺ ദി ഗ്രൗണ്ട്? ഗ്രൗണ്ടിൽ നമ്മൾ വർക്കിനെ സെറ്റ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ അല്ലെങ്കിൽ ആ സർവേനെ നമ്മൾ ലൊക്കേഷൻ സർവേ എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്? ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് ഒരു ടെലസ്കോപ്പിക് ആലിഡൈഡിൻ്റെ ഫിഗറാണ് കേട്ടോ. പ്ലെയിൻ ടേബിളിൽ ഉപയോഗിക്കുന്ന ടെലസ്കോപ്പിക് ആലിഡൈഡിൻ്റെ ചിത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വാട്ട് ഈസ് ദ ലാറ്ററൽ സർഫസ് ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദി ചെയിൻ ടു ഒബ്ജക്റ്റ്? ചെയിനിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റിലോട്ട് എടുക്കുന്ന ലാറ്ററൽ മെഷർമെൻറ്റ്സിന് എന്ത് പേര് നമ്മൾ പറയുന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ഓഫ്സെറ്റ് ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ ലിങ്ക് ഇൻ മെട്രിക് ചെയിൻ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ഉത്തരമായിരിക്കും. മെട്രിക് ചെയിനിൽ ഒരു ലിങ്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. ആരും മറക്കരുത്, ഒരു ലിങ്കിൻ്റെ ലെങ്ത് മെട്രിക് ചെയിനിൽ അത് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ? ഈ ഫിഗറിൽ തന്നിരിക്കുന്നത് നമ്മൾ ഇൻക്ലൂഡഡ് ആംഗിൾ കണ്ടെത്താൻ. അപ്പോൾ രണ്ട് ലൈനിൻ്റെയും ബിയറിങ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലൈനിൻ്റെ 85 ഡിഗ്രി 30 മിനിറ്റ്സും മറ്റേ ലൈനിൻ്റെ 20 ഡിഗ്രി 30 മിനിറ്റ്സും. അപ്പോൾ രണ്ട് ലൈൻസും ഒരേ ക്വാഡ്രൻറ്റിൽ തന്നെയാണെന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? 85 ഡിഗ്രി 30 മിനിറ്റ്സിന്ന് 20 ഡിഗ്രി 30 മിനിറ്റ്സ് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 65 ഡിഗ്രി ആൻസർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വലിയ ആംഗിളിൽ നിന്ന് ചെറിയ ആംഗിൾ കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ ദ ഫിഗർ റെപ്രസെൻറ്റ്സ്? ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു റേഡിയേഷൻ മെത്തേഡിൻ്റെ ഫിഗറാണ്. നമ്മളെല്ലാവരും സർവേ പ്രാക്ടിക്കൽ ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററിൽ പ്ലെയിൻ ടേബിൾ വെച്ചിട്ട് എല്ലാ പോയിന്റിലോട്ടും നമ്മൾ സൈറ്റ് ചെയ്തിട്ട് ആ പ്ലോട്ടിനെ നമ്മൾ ഷീറ്റിലോട്ട് വരയ്ക്കുന്നതാണ് റേഡിയേഷൻ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ റേഡിയേഷൻ മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ബാക്ക് ബിയറിംഗ് ഓഫ് എ ബി ഇഫ് ഇറ്റ്സ് ഫോർ ബിയറിംഗ് ഓഫ് എ ബി ഈസ് നോർത്ത് 32 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ്? ഇത് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിൻ്റെ ആൻസർ എന്താണ്? സൗത്ത് 32 ഡിഗ്രി 30 മിനിറ്റ്സ് വെസ്റ്റ്. അതായത് ക്വാഡ്രൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കി കൊടുക്കുക. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി എക്യുപ്മെൻറ്റ്? ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏത് എക്യുപ്മെൻ്റ് ആണ്? ഇതൊരു ഓഫ്സെറ്റ് റോഡാണ്. മേലെ ഇങ്ങനെ ഒരു ഹുക്ക് പോലെ കട്ടിങ് ഉള്ളത് ഓഫ്സെറ്റ് റോഡായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ദ ചെയിൻ ഈസ് അഡ്ജസ്റ്റഡ് ഇഫ് ദ ചെയിൻ ഈസ് ഫൗണ്ട് ടു ഇൻക്രീസ് ഇൻ ലെങ്ത് ദാൻ ദി സ്റ്റാൻഡേർഡ് ലെങ്ത്? ചെയിൻ്റെ ലെങ്ത്ത് സ്റ്റാൻഡേർഡ് ലെങ്ത്തിനേക്കാളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ബൈ റിമൂവിങ് സം ഓഫ് ദി റിങ്സ്. അതിൽ നീളം കൂടുകയാണല്ലോ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് റിങ്സ് റിമൂവ് ചെയ്താൽ നമുക്ക് ചെയിൻ്റെ ലെങ്ത്ത് ചെറുതാക്കാൻ പറ്റും. വാട്ട് ഈസ് ദ മെത്തേഡ് ഓഫ് സർവേ? ഇതിൽ കാണിച്ചിരിക്കുന്നത് ഏത് മെത്തേഡ് ഓഫ് സർവേ എന്നാണ്. ഇത് റിസെക്ഷൻ മെത്തേഡാണ്. പ്ലെയിൻ ടേബിളിൽ തന്നെ നമ്മൾ ചെയ്യുന്ന റിസെക്ഷൻ മെത്തേഡിൻ്റെ ഫിഗറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെത്തേഡ് യൂസ്ഡ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ സിമിലർ ടു ദാറ്റ് ഓഫ് കോമ്പസ് സർവേ ഓർ തിയോഡലൈറ്റ്? കോമ്പസ് സർവേയിലും തിയോഡലൈറ്റിലൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ പ്ലെയിൻ ടേബിളിൽ നമ്മൾ ചെയ്യുന്ന ഒരു സർവേ മെത്തേഡാണ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ട്രാവേഴ്സിംഗ് ആണ് കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ എറർ ദാറ്റ് ദ ഫിറ്റിംഗ്സ് ഓഫ് ടേബിൾ ആൻഡ് ട്രൈപോഡ് ബീയിങ് ലൂസ്? ടേബിളിൻ്റെ ഫിറ്റിങ്സും ട്രൈപ്പോഡൊക്കെ ലൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇൻസ്ട്രുമെൻ്റൽ എററാണ്. ടേബിളിന് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണല്ലോ, അതായത് ഇൻസ്ട്രുമെൻറ്റിന് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? എറേഴ്സ് ഓഫ് ഇൻസ്ട്രുമെൻ്റൽ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലൈൻ ദാറ്റ് ലൈസ് ഓൺ എ ലെവൽ സർഫസ് ആൻഡ് ഇറ്റ്സ് നോർമൽ ടു പ്ലം ലൈൻ അറ്റ് ഓൾ പോയിന്റ്? പ്ലം ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ഏതാണ്? ലെവൽ ലൈൻ ആണ്. അത് ഏത് സർഫസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലെവൽ സർഫസിലുള്ള ഒരു ലൈനെയാണ് നമ്മൾ ലെവൽ ലൈൻ എന്ന് പറയുക. അത് പ്ലം ലൈന് പെർപെൻഡിക്കുലർ ആയിരിക്കും. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് കോമ്പസ് ആസ് പെർ ദി സിസ്റ്റം ഓഫ് ഗ്രാജുവേഷൻസ്? വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. നോർത്തിൽ 180 ഡിഗ്രിയും സൗത്തിൽ 0 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത് ഏത് കോമ്പസ് ആയിരിക്കും? അതൊരു പ്രിസ്മാറ്റിക് കോമ്പസ് ആയിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് ആയിട്ടാണ് ആംഗിൾസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. സെയിം ഈസ്റ്റും വെസ്റ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. വെസ്റ്റിൽ 90 ഡിഗ്രി, ഈസ്റ്റിൽ 270 ഡിഗ്രി. അപ്പോൾ ഇതൊരു പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ ഫിഗറാണ്. അടുത്തത്, കൺവേർട്ട് ഹോൾ സർക്കിൾ ബിയറിംഗ് ടു ക്വാഡ്രൻ്റൽ ബിയറിംഗ്. ഹോൾ സർക്കിൾ ബിയറിങ്ങിനെ നമ്മൾ ക്വാഡ്രൻ്റൽ ബിയറിങ്ങിലോട്ട് മാറ്റുന്ന ഒരു സിസ്റ്റമാണ്. ഇതിൻ്റെ ഇങ്ങനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 180 ഡിഗ്രിന്ന് നമുക്ക് തന്നിട്ടുള്ള 160 ഡിഗ്രി 30 മിനിറ്റ്സ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗത്ത് 90 ഡിഗ്രി 30 മിനിറ്റ്സ് ഈസ്റ്റ് എന്നുള്ള ആൻസർ കിട്ടും. ഇതെല്ലാവരും ചെയ്തു പഠിക്കണം. അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ആ വീഡിയോ എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലെവൽ വിച്ച് ഡസ് നോട്ട് റിക്വയർഡ് എനി പ്രൊട്ടക്ഷൻ ഫ്രം ദി സൺ? സണ്ണിൽ നിന്നൊന്നും പ്രൊട്ടക്ഷൻ ആവശ്യമില്ലാത്ത ഒരു ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഓട്ടോ ലെവൽ എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മളൊക്കെ അത് സർവേ ചെയ്ത സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി മെത്തേഡ്? ഇത് ഏത് മെത്തേഡാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 2 പോയിന്റ് പ്രോബ്ലം ആണ് കേട്ടോ. റിസെക്ഷൻ മെത്തേഡിലുള്ള 2 പോയിന്റ് പ്രോബ്ലത്തിൻ്റെ ഫിഗറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കളർ ഓഫ് റോഡ് മെറ്റൽഡ് ബ്രിഡ്ജ്? റോഡ് മെറ്റൽ ബ്രിഡ്ജിൻ്റെ കളർ എന്താണ്? നമ്മൾ എന്ത് കളറിലാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക? നമ്മളൊരു മാപ്പോ പ്ലാനോ ഒക്കെ വരയ്ക്കുമ്പം അത് ബേൺഡ് സിയന്ന എന്നുള്ള കളറാണ്.
What is the name of error that occur due to faulty adjustments of devices such as chain may be too long or too short? ഇത് ചെയിനിലുണ്ടാവുന്ന എററാണ്. അപ്പോൾ അത് എന്ത് എറർ ആയിരിക്കും? ഒരു ഇൻസ്ട്രുമെൻ്റൽ എറർ ആയിരിക്കും അല്ലേ? ചെയിൻ കൂടുതൽ നീളം കൂടി അല്ലെങ്കിൽ നീളം കുറഞ്ഞു എന്നൊക്കെ പറയുന്നത് ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാകുന്ന എററാണ്. വാട്ട് ഈസ് ദ സർഫസ് ദാറ്റ് ഈസ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി അറ്റ് ഓൾ പോയിൻറ്റ്സ്? ഗ്രാവിറ്റിക്ക് നോർമൽ ആയിട്ടെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സർഫസിനെയാണ് നമ്മളൊരു ലെവൽ സർഫസ് എന്ന് പറയാറുള്ളത്. ലെവലിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ മെത്തേഡ് വിച്ച് ഇസ് ട്രേസിംഗ് പേപ്പർ ഈസ് യൂസ്ഡ് ഓവർ ദ ഡ്രോയിങ് ഷീറ്റ് ടു സോൾവ് ദ പ്രോബ്ലം? ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ എന്ത് പറയും? ട്രേസിംഗ് പേപ്പർ മെത്തേഡ് എന്ന് പറയും. ഇത് 3 പോയിന്റ് പ്രോബ്ലത്തിലുള്ള ഒരു മെത്തേഡാണ് ട്രേസിംഗ് പേപ്പർ മെത്തേഡ്. ഇതിനെ തന്നെയാണ് നമ്മൾ മെക്കാനിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് എറർ ഇൻ 20 മീറ്റർ ചെയിൻ ആസ് പെർ IS? ഒരു 20 മീറ്ററിൻ്റെ ചെയിനിലുള്ള എററിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ±5 mm ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെത്തേഡ് റെഫേർഡ് ഇൻ ചെയിൻ സർവേയിങ്? ചെയിൻ സർവേയിങ്ങിലുള്ളൊരു മെത്തേഡാണിത്. ഇത് പോളാർ കോർഡിനേറ്റ് മെത്തേഡാണ് കേട്ടോ. ഇത്തരത്തിലുള്ള കുറച്ചധികം മെത്തേഡുകൾ ഫിഗേഴ്സ് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ടെക്സ്റ്റിലുള്ള എല്ലാ ഫിഗറുകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഏത് ഫിഗറും തരാം, എന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ.